അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 25 ശനിയാഴ്ച. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയെ വിഴുങ്ങാനൊരുങ്ങി BJP. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MPമാർക്ക് പിറകെ പഞ്ചാബിലെ 60 MLAമാരും പാർട്ടി വിടാനൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. 60-ലധികം MLAമാർ BJPയിൽ ചേരുമെന്ന് കൂറുമാറിയ MPമാർ അവകാശപ്പെട്ടു. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ AAP കടുത്ത പ്രതിസന്ധിയിലാണ്. അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി US-നെ അറിയിക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിലെത്തി. അമേരിക്കൻ സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും സീനിയർ അഡ്വൈസറായ ജാരെദ് കുഷ്നറും ഇന്ന് പാകിസ്ഥാനിലെത്തും. പൊതുവിടങ്ങളിൽ തണ്ണീർപന്തൽ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം. അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കണം. ട്രാഫിക് സിഗ്നലുകളുടെ സമയം കുറയ്ക്കുന്നത് പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ടായി. രാത്രിയിലും അപ്രഖ്യാപിത പവർ കട്ടും ലോഡ് ഷെഡിംഗും നടപ്പാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പവർ കട്ടില്ലാത്ത 10 വർഷമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്തെ അവകാശവാദം നുണയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. ഓവർലോഡ് ആകുമ്പോഴുള്ള സ്വാഭാവിക നിയന്ത്രണം മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി വിശദീകരിച്ചു. കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്നും കറന്റ് ചാർജ് കൂട്ടാതിരിക്കാൻ ശ്രമിക്കുമെന്നും ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ടെറ്റ് പരീക്ഷ നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ചൊവ്വാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്തു. കേസിൽ നേരത്തെ വിധി പറഞ്ഞ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ ചേംബറിൽ പരിഗണിക്കുന്നത്. തദ്ദേശീയ അധ്യാപക പരിഷത്ത്, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ 45 കക്ഷികളാണ് പുനഃപരിശോധനാ ഹർജികൾ നൽകിയിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മൂലമാണ് കഴുത്തിൽ പരിക്കേറ്റതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്ന ഗൺമാന്റെ പരാതിയിലുള്ള കേസിൽ KSUക്കാരനായ 5 പ്രതികൾക്കെതിരെ വധശ്രമക്കുറ്റം ചുമത്തിയാണ് 2 ആഴ്ചയിലധികം അവരെ ജയിലിൽ അടച്ചത്. ശബരിമല സന്നിധാനത്തും കൊടിമരത്തിനും തൊട്ടുമുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പറന്നത് ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് ADGP S ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. BJP വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ DGPയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ R ശ്രീലേഖയെ പോലീസ് 5ാം പ്രതിയാക്കി. നേരത്തെ ശ്രീലേഖയെ പ്രതിയാക്കിയിരുന്നില്ല. പോടാപുല്ലെ പോലീസെ പിണറായിയുടെ തെമ്മാടികളെ എന്ന മുദ്രാവാക്യം വിളി വിവാദമായതോടെ ശ്രീലേഖയെ പ്രതിയാക്കാത്തതിന് VK പ്രശാന്ത് MLA കമ്മീഷണർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. തൃശൂരിൽ പൂരാവേശം. നെയ്ത്തല കാവിലമ്മ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി തെക്കേ ഗോപുര നട തുറന്നു. എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി. ഇതോടെ പൂരത്തിന് തുടക്കമായി. നാളെ രാവിലെ മുതൽ ഘടകപൂരങ്ങളെത്തും. നഗരത്തിൽ പൂരത്തിരക്കും ഗതാഗത നിയന്ത്രണവും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1ാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. എന്നാൽ 2ാം പ്രതി സംഗീത നമ്പ്യാർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 4ന്റേതാണ് വിധി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകനും IHRD ഡയറക്ടറുമായ VA അരുൺകുമാറിനെതിരെ സർക്കാരും CPM അനുകൂല സംഘടനയും. അരുൺകുമാറിനെ IHRDയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് CPM അനുകൂല സംഘടന എംപ്ലോയീസ് യൂണിയൻ സമരം ആരംഭിച്ചു.
CNG കണക്ഷനുള്ളവർ LPG കണക്ഷനുകൾ സറണ്ടർ ചെയ്യണമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ. യുദ്ധ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി LPG ക്ഷാമമുള്ളതിനാലാണ് ഈ നടപടി. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ മാർച്ച് 14 ഗസറ്റ് വിജ്ഞാപന പ്രകാരമാണ് പുതിയ നിർദ്ദേശം. ആത്മീയാചാര്യനും പണ്ഡിതനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഗുരു മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. വർക്കല നാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം വിവിധ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന മുഖ്യമന്ത്രി ആരെന്ന ചർച്ച നടത്തരുതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി കസേര വിഷയത്തിലുള്ള സൈബർ പോരിൽ തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ KPCC ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ വിമല ബിനു DGPക്ക് പരാതി നൽകി. വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ തർക്കമൂക്കുന്നതിനിടെ KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചുമതല ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് ഹൈബി ഈഡൻ MP. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് സ്ഥാനമൊഴിയുന്നതെന്ന് KPCC പ്രസിഡന്റിന് നൽകിയ കത്തിൽ ഹൈബി വ്യക്തമാക്കി. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP നേതാക്കൾ CPM ജില്ലാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് കോൺഗ്രസ്. കൊല്ലം ബീച്ച് റോഡിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നു. പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിക്കണമെന്ന് KSEB. ഏപ്രിൽ 18 പീക്ക് സമയ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റായിരുന്നു. PV അൻവർ ഓന്തിനെ പോലെ നിറം മാറുന്ന രാഷ്ട്രീയ ജീവിയാണെന്നും ഒരിടത്തും ഉറച്ചു നിൽക്കില്ലെന്നും CPM നേതാവ് AK ബാലൻ. ഒരു വ്യക്തിയുടെ മേൽവിലാസവും വിശ്വാസ്യതയും എങ്ങനെ നഷ്ടപ്പെടുമെന്നതിന്റെ തെളിവാണ് അൻവറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റേൺഷിപ്പ് സ്വന്തം കോളേജിൽ പൂർത്തിയാക്കാമെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ. ഇന്റേൺഷിപ്പിന്റെ പേരിൽ വിദ്യാർത്ഥികൾ സാമ്പത്തിക ചൂഷണത്തിന് ഇരയാകുന്നുവെന്നും വേനൽക്കാലത്ത് ദൂരസ്ഥലങ്ങളിലേക്കുള്ള യാത്ര ക്ലേശകരമാണെന്നും ചൂണ്ടിക്കാട്ടി പരാതി ഉയർന്നിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ നിസ്കരിക്കുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ലെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യാഴാഴ്ച സുപ്രീം കോടതിയെ അറിയിച്ചു. പ്രധാന കവാടത്തിലൂടെയുള്ള പ്രവേശനവും പുരുഷന്മാരിൽ നിന്ന് വേർതിരിക്കുന്ന സംവിധാനവും ഒഴിവാക്കാനാവില്ലെന്നും ബോർഡ് കോടതിയെ ധരിപ്പിച്ചു. ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിലാണ് ഇക്കാര്യം അറിയിച്ചത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പേടിഎം പേയ്മെന്റ് ബാങ്ക് പിരിച്ചുവിടാൻ റിസർവ് ബാങ്ക് ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നലെ റദ്ദാക്കിയിരുന്നു. 2025 ബാങ്കിലുള്ള നിക്ഷേപം 1395 കോടി രൂപയാണ്. നിലവിൽ പേടിഎം ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് മറ്റ് സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. UPI ഇടപാടുകൾ, സൗണ്ട് ബോക്സ് റീചാർജ് തുടങ്ങിയ സേവനങ്ങൾ തടസ്സപ്പെടില്ല. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള BJP MLAയുമായ അശോക് ലാഹിരിയെ നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബേരിക്ക് പകരമാണ് നിയമനം. കേന്ദ്ര സർക്കാരിന്റെ മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അശോക് ലാഹിരി. ഭാരത സെൻസസിന്റെ 1ാം ഘട്ട നടപടികൾക്ക് ജൂലൈ 1 തുടക്കമാകും. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയോടെയാണ് ഇത്തവണത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. ഇതിനായി ജില്ലാ അഡീഷണൽ ജില്ലാ സെൻസസ് ഓഫീസർമാർ, സാങ്കേതിക സഹായികൾ എന്നിവർക്കുള്ള 6 ദിവസത്തെ പരിശീലന പരിപാടി അവസാനിച്ചു. മുംബൈയിലെ വർലിയിൽ BJP പ്രതിഷേധത്തിനിടെയുണ്ടായ ഗതാഗത കുരുക്കിനെ തുടർന്ന് മഹാരാഷ്ട്ര മന്ത്രി ഗിരീഷ് മഹാജനോട് കയർത്ത സ്ത്രീക്കെതിരെ കേസ്. തിക്കിലും തിരക്കിലും പെടുത്തി അപകടമുണ്ടാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന പരാതിയിലാണ് കേസെടുത്തത്. തെലങ്കാനയിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ച് കവിത. തെലങ്കാന രാഷ്ട്രസേന എന്നാണ് പാർട്ടിയുടെ പേര്. BRSൽ നിന്ന് രാജിവെച്ച് 7 മാസത്തിനു ശേഷമാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്.
ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണെന്ന തങ്ങളുടെ പഴയ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ്. ആം ആദ്മി പാർട്ടി MPമാരും MLAമാരും കൂട്ടത്തോടെ BJPയിലേക്ക് കൂറുമാറുമെന്ന് തങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. കമ്പം കാട്ടുപള്ളി വാസലിൽ പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് 2 പേർ മരിച്ചു. 2 ദിവസമായി പടക്ക നിർമ്മാണശാല അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പടക്കശാല തുറന്നപ്പോഴാണ് പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ഇറാൻ യുദ്ധത്തെ പിന്തുണയ്ക്കാത്ത നാറ്റോ രാജ്യങ്ങൾക്കെതിരെ പ്രതികാരവുമായി അമേരിക്ക. സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കാൻ ആലോചിക്കുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പെന്റഗൺ ഉദ്യോഗസ്ഥർക്ക് അയച്ച ഇമെയിൽ സന്ദേശങ്ങൾ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ഫോക്ലാൻഡ് ദ്വീപുകളിലുള്ള ബ്രിട്ടന്റെ അവകാശവാദത്തെക്കുറിച്ചുള്ള US നിലപാട് പുനരാലോചിക്കണമെന്നും മെയിലിൽ പറയുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വീണ്ടും സൗദി അറേബ്യ സന്ദർശിച്ചു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തി. ഗൾഫ് രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഡ്രോൺ പ്രതിരോധ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ സഹകരണമാണ് പ്രധാന അജണ്ട. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരം. ഡൽഹി ക്യാപിറ്റൽസ് വൈകിട്ട് 3:30 പഞ്ചാബ് കിങ്സിനെയും രാജസ്ഥാൻ റോയൽസ് വൈകിട്ട് 7:30 സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.